നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ വീടുകളും സുരക്ഷാ മതിലും തകർന്നു. പേരാമ്പ്ര പൈതോത്ത് കുടിയാളംകണ്ടി അബ്ദുൾ സലാമിന്റെയും സമീപത്തെ സിറാജിന്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചു. പേരാമ്പ്ര കൂത്താളി പഞ്ചായത്തിലെ 12-ാം വാർഡ് പൈതോത്ത് പള്ളിത്താഴെ കുടിയാളംകണ്ടി അബ്ദുൾ സലാമിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തെ കരിങ്കല്ലും ചെങ്കല്ലും ഉപയോഗിച്ച് കെട്ടിയ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണത് കാരണം സമീപത്തെ കുടിയാളംകണ്ടി സിറാജിൻ്റെ വീടിനും കേടുപാടുകൾ സംഭവിച്ചതായി സിറാജ് പറഞ്ഞു. സിറാജ് രാത്രി 1:30 മണിക്ക് ഒച്ച കെട്ടിച്ച് നീച്ച് നോക്കുമ്പോൾ കാണുന്നു. അപ്പം മോന് അകത്തുണ്ട് കിടന്നുറങ്ങുന്നു. ഞാൻ ചുമരിൻ്റെ വിത്ത് തറേൻ്റെ വിത്തിയെല്ലാം ഒന്നായിട്ട് ചുമര് കല്ല് വന്ന് ഉണ്ട്. അങ്ങനെ ആൾക്കാർ വിളിച്ച് അവർ വന്ന് നോക്കി. ഇന്ന് വില്ലേജിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് ചുമരിന് 2 ചുമരിനും വിള്ളൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ലക്ഷം റുപ്യ നഷ്ടം കണക്കാക്കുന്നു. അബ്ദുൾ സലാമിന് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടാണ്. 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുള്ളതായി ഇവർ പറഞ്ഞു. ആരോഗ്യപരമായിട്ട് വലിയ മോശത്തിലാണ്. പിന്നെ പണിക്കൊന്നും പോക്കില്ല. സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലാണ്. പിന്നെ ഇതെല്ലാം കൂടി നാട്ടുകാരും നമ്മളെ കയ്യിലുള്ളതും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇത് പണി ചെയ്തത്. ഇതൊരു 5 ലക്ഷം റുപ്യേൻ്റെ പണി ഈ മതിൽ കെട്ടാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ നഷ്ടം വേറെ ഉണ്ടായിട്ടുണ്ട്. മൊത്തം ഇപ്പോൾ ഒരു പിടുത്തമില്ലാത്ത അതിലാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് അറിയില്ല. ഞാൻ പിന്നെ ഇപ്പം ആരോഗ്യപരമായിട്ട് മോശമായതുകൊണ്ട് സാമ്പത്തികവും ഇല്ല. പിന്നെ ഞാൻ ഒരു രോഗിയാണ്. ലോറീൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് നട്ടലിന് സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണിട്ട് വാരിയലും കാര്യങ്ങളും പൊട്ടിയിട്ടുണ്ട്. പിന്നെ മതിലിൻ്റെ ഈ ഇടിഞ്ഞ മതിലിൻ്റെ മുകളിൽ നിന്ന് തന്നെ താഴെ വീണിട്ട് ബോധവും വെക്കണമൊന്നും ഇല്ലാണ്ട് കുറേ കാലം കടന്നിട്ടുണ്ട്. ഒരു 6 മാസത്തോളം. രോഗിയായ നിർധന കുടുംബത്തിന് വീട് സംരക്ഷിക്കാൻ മറ്റു വഴികളുമില്ല. വീടിൻ്റെ ചുമരും തറയും പിളർന്നിരിക്കുകയാണ്. വീട് ഏതു സമയത്തും നിലം പതിക്കാമെന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ചുമരിനകത്ത് നല്ല വിള്ളലുണ്ട്. അതിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. വാടകയ്ക്കൊന്നും പോകാനാകില്ല. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.